ഇന്ന് ഏട്ടൻ്റെ അമ്മ വിളിച്ചു. കൊച്ചേ വേഗം വായോ, ഇന്ന് അമ്മ കാപ്പി ഒരലിട്ട് കുത്തുന്നുണ്ട്, വീഡിയോ എടുക്കണമെങ്കിൽ എടുത്തോളൂ എന്ന് പറഞ്ഞു. ഞാൻ ചെന്നപ്പം അമ്മ ഒരലിട്ട് കാപ്പി കുത്താൻ തുടങ്ങുമായിരുന്നു. ദേണ്ടേ, പണ്ടത്തെ കാലത്ത് വീടിനകത്ത് ഇതുപോലെ ഒരൽ കുത്തിയിടും കണ്ടോ. ഇവിടെ അതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഇവിടെ കാപ്പി മരമുണ്ട്. അതിൽ നിന്ന് കാപ്പിയൊക്കെ പഴുത്ത് കഴിയുമ്പം പറിച്ച് വെച്ച് വെയിൽ വരുമ്പം വെയിലത്തിട്ട് ഉണക്കി ചാക്കിനകത്താക്കി വെക്കുന്ന കാപ്പിയാണ്. കാപ്പിപ്പൊടി തീരുമ്പം ഇങ്ങനെ ചെയ്തെടുക്കും. നമ്മുടെ വീട്ടിൽ തന്നെ ഉണങ്ങിയ കാപ്പിക്കുരുവെല്ലാം ഒരലിട്ട് കുത്തി എടുക്കും. ഇപ്പം അമ്മയ്ക്ക് വയ്യാതായതുകൊണ്ട് ഒരുപാടൊന്നും ഇല്ല കേട്ടോ. ഇപ്പം വീഡിയോയ്ക്ക് വേണ്ടി അമ്മ കുറച്ച് ചെയ്ത് കാണിച്ചു എന്നേ ഉള്ളൂ. ആ ഒരലിട്ട് കുത്തിയ കാപ്പിയൊക്കെ തൊലിയൊക്കെ കളഞ്ഞ് പേറ്റി ഇങ്ങനെ കിട്ടും ഒരലിട്ട് കുത്തിയതിന് ശേഷം. ഇതിന് നമ്മൾ വിറകടുപ്പിൽ ചട്ടി വെക്കും. പണ്ടൊക്കെ വലിയ ചട്ടിയിലായിരുന്നു കാപ്പിയൊക്കെ ഇഷ്ടംപോലെ. അന്നൊക്കെ അമ്മയ്ക്കൊക്കെ ആരോഗ്യവും ഒക്കെ ഉള്ള സമയമല്ല. ഇന്ന് പ്രായമായതുകൊണ്ട് ഒരുപാടൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അന്ന് ഒരുപാട് ആൾക്കാരും ഉണ്ടല്ലോ. ഇപ്പം അമ്മ കുറച്ച് നമ്മുടെ വീട്ടിൽ ആവശ്യത്തിന് മാത്രം എടുത്തുള്ളത് ഈ ചട്ടിയാണ്. അതായത് ഒരുപാടിട്ട് കാപ്പി വറുത്താണ്. അവിടെ ചെറിയൊരു കിഴുത്ത ഉണ്ട് ചട്ടിക്ക്. അപ്പോൾ ആ ചട്ടിയിൽ ആണ് ഇപ്പോൾ കാപ്പി വറുത്തെടുക്കാൻ പോകുന്നത്. കാപ്പി ഇട്ട് നന്നായി വറുത്തെടുക്കുകയാണ്. ഞാൻ ചോദിക്കുന്നുണ്ട്, അമ്മയായോ കാപ്പി മൂത്തോ? ഇല്ല, കുറേ നേരം നിൽക്കണം കേട്ടോ. ഒത്തിരി നേരം ക്ഷമയോടെ നമ്മൾ ഇത് നിന്ന് നന്നായിട്ട് വറുത്തെടുക്കണം. ഒരല്പം വെട്ടത്തിൻ്റെ കുറവുണ്ടായിരുന്നേ. നന്നായിട്ട് കറുത്ത് വരണം. നന്നായിട്ട് കറുത്ത് മൂത്ത് ഇത് പൊട്ടുന്ന ശബ്ദം നമുക്ക് കേൾക്കാം. ആ പൊട്ടുന്ന ശബ്ദം എപ്പോഴാണോ നിൽക്കുന്നത് അപ്പം കാപ്പി മൂത്തു റെഡിയായി എന്നാണ് അർത്ഥം. ഏകദേശം മൂത്തപ്പോൾ പുകയൊക്കെ വരുന്നുണ്ട്. കാപ്പി ഇങ്ങനെയാണ് കാപ്പി വറുത്തെടുത്ത് വെക്കുന്നത്. നല്ല ചൂടുണ്ട്. ഇതൊരു പേപ്പറിലോട്ട് മാറ്റി മുറത്തിലാക്കി ആറാൻ വെച്ചിരിക്കുകയാണ്. അപ്പം ഞാൻ തൊട്ട് നോക്കുന്നുണ്ട്, എൻ്റെ കൈ പൊള്ളി. അതിന് ശേഷം അമ്മ മുറത്തിലിട്ട് പേറ്റിയെടുക്കുകയാണ്. പേറ്റി അതിൻ്റെ പൊടിയും എല്ലാം കളഞ്ഞ് പൊടിച്ച് പണ്ട് ഒരലിലായിരുന്നു എടുത്തുകൊണ്ടിരിക്കുന്നത്. പഴയകാല രീതി തന്നെയാണ്. പക്ഷേ ഇപ്പം അമ്മയ്ക്ക് ഒരലിനൊന്നും കുത്തിയെടുക്കാൻ പറ്റാത്തതുകൊണ്ട് മാത്രം നിങ്ങളെയൊക്കെ കാണിച്ചു തരാൻ മാത്രമാണ് മിക്സിയിൽ ഒന്ന് പൊടിച്ചെടുക്കുന്നത്. അതിന് ശേഷം പൊടിച്ചെടുത്ത കാപ്പി അരിച്ചെടുക്കുകയാണ്. ലാസ്റ്റ് ഘട്ടത്തിലോട്ട് കടന്നു. എല്ലാം അരിച്ച് തള്ളി അതിൻ്റെ ഏറ്റവും നല്ല കാപ്പിപ്പൊടിയായിട്ട് നമുക്ക് വിശ്വസിച്ച് ഒരു മായവും ചേർക്കാതെ വിശ്വസിച്ച് വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന കാപ്പിപ്പൊടി